പ്പെട്ടവരെ ഞാൻ നടന്നു വരുമ്പോൾ മറ്റൊരു കാഴ്ച കാണാം നമുക്ക്. അപ്പോൾ ഇത് അഴുക്ക് വെള്ളമല്ലേ ചേട്ടാ? ഇത്രയും അഴുക്ക് വെള്ളത്തിൽ നിന്ന് എന്താ എത്ര പൈസ ഇത് ഇങ്ങനെ വാരി കൊടുത്താൽ എന്താ കിട്ടും കുപ്പിക്കൊക്കെ? 15 രൂപ കിലോയ്ക്ക്. അപ്പോൾ ഈ അഴുക്ക് വെള്ളത്തിൽ നിന്ന് ചേട്ടനൊരു ഒരു മനമറിയില്ലല്ലോ. ഇതിനകത്തൊക്കെ തീട്ടവും വേണ്ടിയൊക്കെ വരുന്നത്. ഇപ്പം വല്ലാത്ത ജീവിക്കാൻ വേണ്ടിയാണോ ഇതെല്ലാം? ഈ ഓടയിൽ നിന്ന് മാറിയതാണോ? അവിടെ നിന്നും പടയ്ക്കുക. ഇത് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടില്ലേ, ഈ ഓടയിൽ നിന്നും വളരെ അഴുക്ക് മാലിന്യങ്ങൾ വരുന്ന ഇവരെ പോലുള്ളവരും കൂടെ ഈ മാലിന്യങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരേ കുപ്പികളും പറക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ളവർ എവിടെയാണ് ചേട്ടാ സ്ഥലം? നാവർകോവിലിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നത്? കടപ്പുറത്ത് കിടക്കുക. എന്തോ പേര്? ശിവകുമാർ. മക്കളൊക്കെ എന്താ എടുക്കുന്നത്? മക്കള് ശരിയല്ലാത്തോണ്ടാണ് ഈ ഗതികേട് വന്നത്. മക്കള് ശരിയല്ലാത്തോണ്ടാണ് ഈ ഗതികേട് വന്നത്. പിന്നെ എത്ര മക്കളുണ്ടായിരുന്നു? 2 മക്കള്. 2 മക്കള്. മൂത്തതാണ്, രണ്ടാമത്തെ പെണ്ണ്. മക്കളൊക്കെ പഠിക്കുകയാണ്? മോളെ കല്യാണം കഴിഞ്ഞതാ. മോൻ ഇങ്ങനെ തലതിരിഞ്ഞ് നടക്കുക. ഭാര്യ എങ്ങനെയാ തലതിരിഞ്ഞ? അത് ഒന്നും പറയാക്കത്തില്ല. ഒന്നും പറയത്തില്ല. ഭാര്യയും ഇല്ല, മക്കളും ഇല്ല, ആരുമില്ല. എല്ലാവരും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അവരെയൊക്കെ നോക്കി. ഇപ്പം അതെ, ആരോഗ്യമുള്ള സമയത്ത് നോക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പം തന്നെ നിങ്ങൾ ജോലി ചെയ്യാന്നല്ലോ. അപ്പം അന്ന് നിങ്ങൾ ജോലി ചെയ്യുമായിരിക്കുമല്ലോ. കാരണം നിങ്ങൾ ഭാര്യയും മക്കളും ഉള്ളപ്പോൾ ജോലി ചെയ്ത് കൊടുത്ത് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കും അല്ലേ? ഭാര്യ കയറി കിടക്കാടുണ്ടോ? അതല്ല സംഭവം. എൻ്റെ മക എന്നെ അടിച്ചു. മകൻ മർദ്ദിച്ചു. അതെ, എനിക്ക് ഇനി അവിടെ നിൽക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെയാണ് ഇറങ്ങിയത്. എത്ര നാളായി? 9 മാസമായി. 9 മാസം. അവരാരും തിരക്കി വന്നിട്ടില്ല? തിരക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. ഇത് ആ ബാറിൻ്റെയൊക്കെ തീട്ടവും ഇതും ഒക്കെ വരുന്ന ഭയങ്കര ആ അഴുക്കെല്ലാം ഒഴിഞ്ഞങ്ങൾ വരുന്നത്. എന്തെങ്കിലും രോഗം വരുത്താലും എന്തെങ്കിലും സർപ്പിട്ട് കൈയൊക്കെ കഴുകണം. എന്തായാലും എന്തോ പേരെന്ന് പറഞ്ഞേ? ശിവകുമാർ. ബീച്ചിലാണ് കിടന്നുറങ്ങുന്നത്? വാടി കടപ്പുറത്ത്. എന്താ കൈയൊക്കെ വൃത്തിയാക്കി സോപ്പൊക്കെ ഇട്ട് കഴുകണം. എന്തായാലും ആഹാരമൊക്കെ പോയി കഴിക്കാൻ പോകുന്നതാണ് തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഇതിൽ നിന്നൊക്കെ. ഒരു മാറ്റം ഉണ്ടാവട്ടെ. എന്തായാലും പ്രായമുള്ള സമയത്ത് രോഗം വന്നെങ്ങനെയൊക്കെ വെട്ടുപോയി കഴിഞ്ഞാലേ ഒറ്റപ്പെട്ടു പോകും. മാലിന്യം ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും കമ്പ് കൊണ്ടോ ഏതെങ്കിലും പ്ലെയർ കൊണ്ടൊക്കെ പൊക്കി എടുക്കണം. അപ്പോൾ ഇതെടുക്കാൻ ഞാൻ പറയത്തില്ല തൊട്ടി കിടക്കുന്നത്. കാരണം ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനൊക്കെ കോർപ്പറേഷൻകാരുണ്ട് ഇതൊക്കെ വൃത്തിയാക്കാനും കൂടെ. അപ്പം നിങ്ങളിപ്പം ഈ യഥാർത്ഥത്തിൽ ചെയ്തൊരു മാതൃകയായി മാറുകയാണ്. നാട്ടിലെ പ്രശ്നങ്ങൾ ഒരു ഓടയൊക്കെ എന്ന് പറഞ്ഞാൽ കുപ്പികളും പാനീയ സാധനങ്ങളും കിടന്നാൽ വെള്ളം നീങ്ങത്തില്ല. അപ്പം അതും കൂടെ ഈ കുപ്പിയും കൂടെ നിങ്ങൾ നീക്കി മാറ്റുന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് കിടന്ന കുപ്പിയൊക്കെ അല്ലേ, കുപ്പിയോടൊക്കെ അല്ലേ എടുത്ത് അതിനകത്തോട്ട് മാറ്റിയിട്ട് അപ്പം നിങ്ങൾ ഓട വൃത്തിയാക്കാൻ വരുന്നവരെ കൈ പറ്റുന്നെന്ന് വിചാരിച്ചാൽ ആ കുപ്പി ഉടഞ്ഞതും അതിനകത്ത് നീക്കം ചെയ്ത്. അപ്പോൾ ഇത് നമ്മളാരും അറിയുന്നില്ല. ഇങ്ങനെയുള്ളവരെ നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ളവരെ അറിഞ്ഞ് കോർപ്പറേഷനൊക്കെ അറിഞ്ഞ് ഇവർക്ക് എന്തെങ്കിലും മാസം ഇവർ പറക്കുന്ന ആ അളവ് അനുസരിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു ധനസഹായം എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ഇവർക്കൊരു ചെറിയൊരു ചീട്ട് പോലെ ഒരു ഐഡിയ പോലെ കാർഡോ ആ മാസത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു മരുന്ന് മേടിക്കാനായിട്ട് ഇങ്ങനെ ആക്രി പറക്കാൻ വന്നൊക്കെ അവർക്ക് കുപ്പി പറക്കാൻ നടക്കുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇവർക്ക് കൊടുക്കണം എന്നേ എനിക്ക് പറയാൻ ഈ ബൈക്ക് പോലെ. നമ്മൾ ആരെയും നിഷേധിക്കരുത്. വൃത്തരായവരാണ്. എന്താ പ്രായമുണ്ട്? 56 വയസ്സ്. എന്തായാലും പേര് പറഞ്ഞേ? ശിവകുമാർ ചേട്ടാ. എന്തായാലും ചേട്ടന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ചേട്ടന് ഒരുപാട് ആരോഗ്യം നിലനിൽക്കട്ടെ. എന്തായാലും ആഹാരത്തിന് വേണ്ടിയാണ്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത് അല്ലേ? ഇത് നിങ്ങൾക്കും ഈ സ്ഥിതി ഉണ്ടാവും. നിങ്ങൾക്കും ഇങ്ങനെ വരാം ഈ ഒരു ഗതികേട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഒറ്റപ്പെടുമ്പോൾ അവസാനം വഴികളിൽ നമ്മളിങ്ങനെ നിരാശയായി എല്ലാവരും കൈവിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എല്ലാവരും തുപ്പുന്നതും വലിച്ചെറിയുന്നതും മാലിന്യങ്ങളിൽ നിന്നും വാരി അവർ ചാക്കിലേക്ക് നിറയ്ക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാത്രം. നിങ്ങൾക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ, ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.